ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇറാനി പോളയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 4 വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി നന്നായി വാടി കിട്ടണം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോ മുന്നേ കുറേയായി എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. ഇപ്പോഴാണൊന്ന് ടൈം കിട്ടിയത്. അങ്ങനെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു മയോണൈസ് ബാറ്റർ പോലെയുള്ള ആക്കുന്നത് കൊണ്ട് നമുക്കിത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 സ്പൂൺ വരെ നമ്മുടെ ബീഫ് മസാല, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക്, അത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഈ പൊടീൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറുന്നവരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കണം. അങ്ങനെ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. എനിക്ക് സ്നാക്സിലെല്ലാം എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആകുമ്പോൾ കഴിക്കാനും കുറച്ച് നല്ല ടേസ്റ്റാണ്. ഞാനിത് ബീഫിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി വാട്ടി കൊടുക്കാം. കാരണം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബീഫിലേക്ക് നമ്മുടെ ഈ മസാല എല്ലാം നന്നായിട്ട് പിടിക്കണം. അതിന് നമുക്ക് നന്നായി ഇത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ ബീഫ് മുന്നേ വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ മസാലയിലേക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം വേവിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാം ഇതും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കണം ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് അതിൻ്റെ സ്റ്റോക്കും കൂടി കുറച്ച് ഒഴിച്ചിട്ട് വെറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമ്മുടെ മസാലയിലേക്ക് നന്നായി പിടിക്കും. ഇപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല, കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായി ഇളക്കുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ആ മസാലയിലും പിടിച്ച് കറക്റ്റ് ഡ്രൈ ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ബീഫിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് ആ മസാലയിലേക്ക് കിട്ടും. അപ്പോൾ ഈ ഫില്ലിങ്ങിലേക്കുള്ള ഇനി മാവും കൂടി നമുക്ക് തയ്യാറാക്കണം. ആ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം തന്നെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ട നമുക്ക് ഈ മിക്സിയിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഈ 5 മുട്ട എടുത്തതെന്ന് വിചാരിച്ച് നമ്മൾ ഈ മസാല നമ്മൾ പാനിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഈ മാവ് നമുക്ക് മുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 5 മുട്ടയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ മുട്ട നമുക്ക് മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ വരെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മൈദപ്പൊടി വേണ്ട, കാരണം ഒരുപാട് മൈദപ്പൊടി ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോള സോഫ്റ്റായി കിട്ടൂല. അതുകൊണ്ട് തന്നെ 1.5 സ്പൂൺ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വരെ നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല കുഴിയുള്ള പാനാണ്. അതിലേക്ക് ഞാൻ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗീ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആ ഗീ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ പോള ഒന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച്
കുറച്ച് ബാറ്റർ നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ആ ബീഫിൻ്റെ മസാലയില്ലേ, അതൊന്ന് ഈ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് വിതറിക്കൊടുക്കാം. കാരണം എല്ലാ സ്ഥലത്തെത്തുന്ന രീതിയിൽ തന്നെ ആക്കി കൊടുക്കാം. സ്പൂൺ ഉണ്ടായിരുന്നു ഇട്ടത്, പക്ഷേ സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും എത്തൂല. കഴിയാமல் നമുക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തും വിതറിക്കൊടുക്കാം. അതിനുശേഷം ഈ മസാല നമ്മൾ ഇതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന ബാറ്ററും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ മസാല കാണാത്ത രീതിയിൽ നമുക്കിത് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ബാറ്ററും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആ ബാറ്റർ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് തക്കാളി, പിന്നെ ക്യാപ്സിക്കം, മല്ലിച്ചപ്പൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മല്ലിച്ചപ്പ് മാത്രമാണ് മേലെ വിതറി കൊടുത്തത്. ക്യാപ്സിക്കമൊക്കെ വെച്ചെടുത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ബീഫിലായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. കാരണം ചിക്കനിലൊന്നും അങ്ങനെ ടേസ്റ്റ് ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷേ ബീഫിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നിനും കിട്ടില്ല. അപ്പോൾ ഞാൻ ആ ബാറ്ററും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുത്ത് ഇത് നമുക്ക് സിമ്മിലാണ് വേവിച്ചെടുക്കേണ്ടത്. തീ കൂട്ടി വെക്കരുത്, അടിക്കരിയും. ചെറിയ തീയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഉള്ളൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ പാത്രത്തിൻ്റെ ലിഡ് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം ഇതാ കണ്ടില്ലേ, അങ്ങനെ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്തിന് ഇത് സോഫ്റ്റായിട്ട് കാണുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും നമുക്ക് പുതിയ പുതിയ ഡിഷായി നമുക്ക് വീണ്ടും കാണാം.